വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന് വോട്ടറെ തേടി വീടുകളിൽ എത്തുന്ന BLOമാർ നിരവധി പ്രതിസന്ധികളാണ് നേരിടുന്നത്. എന്നാൽ പുൽപ്പള്ളി ശശിമലയിലെ BLOയ്ക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്. എന്താണെന്ന് കാണാം. നേരം പുലരുമ്പോഴും രാത്രിയിലുമായാണ് വയനാട് പുൽപ്പള്ളിയിലെ BLOമാർ വോട്ടർമാരെ തേടിയെത്തുന്നത്. ഗോത്ര വോട്ടർമാരെ കണ്ടെത്തി വിവരശേഖരണം പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് BLO അനുഷ. ബുദ്ധിമുട്ടുകൾ പലതുണ്ടെങ്കിലും ആരെയും വിട്ടുപോകാതെ രാത്രിയും ഉന്നതികൾ സന്ദർശിച്ച് ജോലി പൂർത്തിയാക്കുന്ന തിരക്കിലാണ് BLOമാർ. വന്യജീവിയല്ല, കോളനിയിലേക്ക് പോകുമ്പോൾ മിഞ്ഞാന്ന് പട്ടി അടിക്കേണ്ടതായിരുന്നു. ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഈ കോളനിയിലെ ആൾക്കാരുടെ ഭാഷ എനിക്കറിയാം. ഞാൻ അവരുമായിട്ട് സംസാരിക്കും. പക്ഷെ എനിക്ക് പണിയ കോളനിയിൽ എനിക്ക് ഭാഷ അറിയില്ല. അവരുമായിട്ട് മലയാളത്തിൽ തന്നെ സംസാരിക്കണം. ഇപ്പം അവരും മലയാളം അറിയാലോ, അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. പുൽപ്പള്ളി പഞ്ചായത്തിലെ ചില വാർഡുകളിൽ പകുതിയിലധികം വോട്ടർമാരും വിവിധ ഉന്നതികളിലാണ്. ഇവരുടെ വിവരങ്ങൾ ലഭ്യമാകാൻ വനത്തിനുള്ളിലും വനാതിർത്തികളിലുമായുള്ള ഉന്നതികളിലെത്താൻ ആനയെയും കടുവയെയും പേടിക്കണം. വനത്തിന് പുറത്തുള്ള ജനറൽ വീടുകളിൽ പകൽ സമയം പോയ ശേഷം രാത്രിയാണ് BLOമാർ ഉന്നതികളിലെത്തുന്നത്. വന്യമൃഗശല്യമുള്ള ഗോത്രമേഖലയിൽ രാത്രിയിൽ എത്തിയാൽ മാത്രമേ ആളുകളെ കാണാനും അപേക്ഷകൾ പൂരിപ്പിക്കാനും സാധിക്കുകയുള്ളൂ. ടോർച്ച് വെളിച്ചത്തിലാണ് പലപ്പോഴും വിവരശേഖരണവും ഫോറം പൂരിപ്പിക്കലും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ വീട്ടിമൂല കൈരളി ലൈബ്രറിയും ഉദ്യോഗസ്ഥ കൂട്ടായ്മയും ചേർന്ന് പുൽപ്പള്ളിയിൽ SIR ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചതോടെ BLOമാരുടെ പണി എളുപ്പമായി. ഈ കോളനികളൊക്കെ തന്നെ ഇതിന് 3 സൈഡും ഫോറസ്റ്റ് ആണ്. അപ്പം ഈ രാത്രികാലങ്ങളിൽ എന്തായാലും ഒരിക്കലും BLOനെ നമുക്ക് തന്നെ വിടാനായിട്ട് കഴിയില്ല. എല്ലാ പ്രാവശ്യം ഇപ്പം അവർക്ക് തന്നെ കൂടെ പോകാൻ പറ്റില്ല. അപ്പം നമ്മളെയൊക്കെ വിളിച്ചിട്ടൊന്ന് കൂടെ പോയി സഹായിക്കാൻ വേണ്ടി പറയും. അപ്പം നമ്മളിവിടെ ക്ലബ്ബും അതുപോലെ ഈ ഉദ്യോഗസ്ഥ കൂട്ടായ്മക്കാരിലെ എല്ലാവരും എന്താവശ്യത്തിന് വിളിച്ചാലും എപ്പോഴും ഓടിയെത്തുന്ന ആളുകളാണ്. ഒരാളെ സംബന്ധിച്ചും ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവർക്ക് അറിയത്തില്ല കോളനി ചെല്ലുമ്പോൾ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആധാർ കാർഡിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത്, അപ്പം ചില ആധാർ കാർഡിൽ നമുക്ക് വർഷം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളത് 1-1 എന്നുള്ള കണ്ടീഷനിൽ ആ വർഷം ഡേറ്റ് ഓഫ് ബർത്ത് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഫോം കൊടുത്തിട്ട് പോരാനാണ് ആദ്യം നിർദ്ദേശം. ഫോം കൊടുത്തിട്ട് പോയാൽ നമുക്ക് ആ ഫോം നഷ്ടപ്പെടുമെന്നല്ലാതെ അത് നമുക്ക് തിരിച്ചു കിട്ടുമോ അതിനകത്തൊരു ഡാറ്റ പോലും ചേർക്കാനും കഴിയില്ല. ഈ 7-8ഓളം കോളനികൾ വഴി ഉള്ളതാണ്. അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി ലൈബ്രറിയുടെ തീരുമാനപ്രകാരം എല്ലാവരും കൂടി ഇങ്ങനെ പല സ്ഥലത്തും ക്യാമ്പുകളായിട്ട് ഇറങ്ങി രാത്രിക്കും വൈകുന്നേരങ്ങളിലൊക്കെ ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുമായിരുന്നു. കാരണം ഇവരെ സംബന്ധിച്ച് ഒരു ഭാഗം സ്വന്തമായിട്ട് പൂരിപ്പിക്കേണ്ട ഭാഗമൊക്കെയാണ്. പക്ഷേ അതൊന്നും കോളനിക്കാരെ സംബന്ധിച്ച് ഇവർക്ക് പൂരിപ്പിക്കാൻ കഴിയില്ല. അപ്പം മുഴുവൻ കാര്യങ്ങളും ഫോമും നമ്മൾ തന്നെയാണ് പൂരിപ്പിച്ച് സഹായിച്ചു കൊടുക്കുന്നത്. വീടുകളിൽ പോയി ഫോം കൊടുക്കാനും പൂരിപ്പിക്കാനും ഉൾപ്പെടെയുള്ള ജോലികൾ ഇവർ ചെയ്തു കൊടുക്കും. വന്യമൃഗശല്യമുള്ള ഉന്നതികളിലേക്ക് പോകുന്ന BLOയ്ക്ക് തുണയായി ഇപ്പോൾ ഇവരും ഒപ്പമുണ്ട്. ഒരു വോട്ടർമാർ പോലും SIRന് പുറത്തു പോകരുത് എന്ന ആഗ്രഹത്തിലാണ് ഓരോ BLOമാരും പ്രവർത്തിക്കുന്നത്. എന്നാൽ ഈ പുൽപ്പള്ളിയിലെ ഈ മാതൃക മറ്റ് BLOമാർക്കും മറ്റു നാടുകൾക്കും അനുകരിക്കാവുന്നതാണ്. ക്യാമറമാൻ റിന്റുവിനോടൊപ്പം ലിനറ്റ് വർഗീസ്, ന്യൂസ് മലയാളം, വയനാട്.